അഗ്ലിക്കെതിരെ ഇളയരാജ അനുമതിയില്ലാതെ തൻ്റെ പാട്ട് ഉപയോഗിച്ചതിന് 5 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിർമ്മാതാക്കൾക്ക് നോട്ടീസ്. ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല കഴിവുള്ളൊരു സംഗീത സംവിധായകനാണ്. മലയാളത്തിൽ ഇഷ്ടംമാതിരി പാട്ടുകളുണ്ട്, തമിഴിൽ അതുപോലെ തന്നെ നല്ല ഗാനങ്ങൾ സമ്മാനിച്ച വ്യക്തിയൊക്കെയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് എങ്ങാണ്ട് ഭയങ്കരമായിട്ട് സ്റ്റേജിൽ പാടുന്നതിനൊക്കെ ഇയാൾ ഭയങ്കരമായിട്ട് എതിർത്ത് പൈസ വേണം, തൻ്റെ അനുമതിയില്ലാതെ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ളൊരു ഒരുപാട് സ്വാർത്ഥതയാണ് ഇദ്ദേഹത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടുകളുടെ അവകാശം എന്ന് പറഞ്ഞാൽ ശരിക്കും നിർമ്മാതാക്കൾക്കാണ്. കാരണം ഇദ്ദേഹം ഉണ്ടാക്കി എന്നുള്ളത് ശരിയാണ്, പക്ഷേ അയാൾ നല്ല കാശും മേടിച്ചിട്ട് പോയി. പക്ഷേ ആ സിനിമ എന്ന് പറഞ്ഞ വ്യക്തി അഭിനയിച്ച അവർക്കെല്ലാം താരങ്ങളായിക്കോട്ടെ എല്ലാവർക്കും പ്രതിഫലമൊക്കെ കൊടുത്ത് സെറ്റാക്കി വിട്ടു. ആ സിനിമ ഇറങ്ങി, ഓടിയാലും അയാളുടെ ആ നിർമ്മാതാവിൻ്റെ കീഴിലാണ്. അയാളുടെ അനുമതിയാണ് ആദ്യം മേടിക്കേണ്ടത്. എങ്കിലും ഈ സിനിമകളിൽ ഇദ്ദേഹത്തിനോടും ഒന്ന് ചോദിക്കണമായിരുന്നു. ഇപ്പോൾ ഈ ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ തുടരാം മൂവിയിലെ സംവിധായകൻ തരുൺ മൂർത്തി ഏതോ സിനിമ പാട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ഉപയോഗിച്ചത് അദ്ദേഹത്തിനോട് അനുമതി ചോദിച്ചിട്ടാണ്. മാന്യമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ സമ്മതിച്ചു. പൈസ കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നിരുന്നാലും അയാളുടെ അനുമതി കൊണ്ട് വേണം. പക്ഷേ എന്നിരുന്നാലും ഇളയരാജയ്ക്ക് പൂർണ്ണമായ അവകാശമില്ല. ആ സിനിമ എടുത്ത ആ പാട്ട് ഏത് സിനിമയിലാണ് ആ നിർമ്മാതാവിനാണ് ശരിക്കും അവകാശമുള്ളത്. മലയാള സിനിമയിലൊന്നും കാണാറില്ല, ഭയങ്കര പൈസയാണെന്ന് അറിയാം. എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത്ര സ്വാർത്ഥത നല്ലതല്ല. താങ്കൾ നല്ല കഴിവുള്ള കലാകാരനാണത്, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക.